വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ലണ്ടൻ ട്രിപ്പിൻ്റെ സെക്കൻഡ് ഡേയിലെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണെന്ന് പറയാൻ പോണത്. അപ്പോൾ ഇന്ന് നമ്മൾ ഹോട്ടലിൽ നിന്ന് നേരത്തെ ഇറങ്ങി 1-2 സ്ഥലങ്ങളിൽ പോകാനുണ്ട്. അപ്പോൾ രാവിലെ തന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ടാണ് അവിടെ നിന്ന് ഇറങ്ങിയത്. എന്നിട്ട് നമ്മൾ പോണത് ഒയിസ്റ്റർ കാർഡ് എടുക്കാനാണ് കേട്ടോ. അപ്പോൾ ഒയിസ്റ്റർ കാർഡ് എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ബസ്സിലായാലും ട്യൂബിലായാലും ഒരു ദിവസം എത്ര പ്രാവശ്യം വേണമെങ്കിലും ട്രാവൽ ചെയ്യാം. അപ്പോൾ ഇതുപോലെ നമ്മൾ ട്രിപ്പായിട്ട് വരുമ്പോൾ അങ്ങനെ ഒരു കാർഡ് എടുക്കുന്നതായിരിക്കും നല്ലത്. നമുക്ക് എപ്പോൾ വേണമെങ്കിലും എവിടേക്ക് വേണമെങ്കിലും പോകാമല്ലോ, കുറച്ച് എളുപ്പത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ ആ കാർഡ് എടുത്തു. അതിനുശേഷം ഞങ്ങൾ ബസ്സിലാണ് കേട്ടോ ട്രാവൽ ചെയ്തത്. പിന്നെ അവിടുത്തെ ടെമ്പറേച്ചർ ഭയങ്കര കുറവായിരുന്നു കേട്ടോ. ഞങ്ങൾ പുറത്ത് നടന്നുകൂടി വന്നപ്പോൾ എല്ലാവരും നന്നായിട്ട് തണുക്കുന്നുണ്ടായിരുന്നു. എൻ്റെ ഇളയ മോന് പെട്ടെന്ന് തന്നെ ഇതുപോലെ ടെമ്പറേച്ചറൊക്കെ കുറഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് അസുഖങ്ങൾ വരും. നന്നായിട്ട് കവർ ചെയ്തിട്ടാണ് അവനെ ഞങ്ങളിങ്ങനെ ട്രിപ്പ് പോകുന്നപ്പോൾ കൊണ്ടുവന്നത് കേട്ടോ. അപ്പോൾ നമ്മളിന്ന് കയറാൻ പോണത് സീ ലൈഫ് അക്വേറിയത്തിലേക്കാണ്. ടിക്കറ്റ്സൊക്കെ മുമ്പ് എടുത്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ലണ്ടൻ ഐയിൽ പോയപ്പോൾ തന്നെ കയറാമെന്ന് വിചാരിച്ചത്. പക്ഷേ അപ്പോഴേക്കും ടൈമിങ് അഡ്ജസ്റ്റ്മെൻറ്റ് അത് ശരിയായില്ല. ലണ്ടൻ ഐ ഒക്കെ കാണാൻ വരുന്നവർ സീ ലൈഫ് അക്വേറിയം കൂടെ അതിൻ്റെ ഒപ്പം തന്നെ കണ്ടുപോകാം. തൊട്ടടുത്ത് തന്നെയാണ്, സെയിം ഒരു പ്ലേസിൽ തന്നെയാണ് ഉള്ളത്. അപ്പോൾ ഞങ്ങൾക്കിത് അന്ന് കാണാൻ പറ്റാത്തതുകൊണ്ട് രണ്ടാമത് ഈ ഒരു സ്പോട്ടിലേക്ക് പിന്നെയും വരേണ്ടി വന്നു. അപ്പോൾ നമ്മൾ വരുമ്പോൾ തന്നെ എൻട്രൻസിൽ തന്നെ ഇതുപോലെ ഉണ്ട് കേട്ടോ, ഒരു ചില്ലിൻ്റെ മുകളിൽ കൂടെ നടന്നു പോകണം. അത് നല്ല രസമുണ്ട്. അടിയിൽ കൂടെ ഫിഷൊക്കെ ഇങ്ങനെ പോകണ കാണാം. അപ്പോൾ ഇവിടെ ഒരുപാട് കടലിനുള്ളിൽ കുഞ്ഞു കുഞ്ഞു മീനുകൾ, അതുപോലെ തന്നെ ചെറിയ ചെറിയ ജീവികളൊക്കെ ഒരുപാട് ഇവർ ഇങ്ങനെ നന്നായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഫിഷുകളെയൊക്കെ കണ്ട് മുന്നോട്ട് പോയപ്പോൾ ഞാൻ പഠിച്ചിരുന്നതാണ് എനിക്ക് ഓർമ്മ വന്നത് കേട്ടോ. ഞാൻ അക്വാകൾച്ചർ, ഫിഷറീസ്, മൈക്രോബയോളജി അതൊക്കെയാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ എനിക്കിങ്ങനെ മൈൻഡിൽ കൂടെ ഇങ്ങനെ പോയി. ഇതിനെപ്പറ്റിയിട്ടുള്ള ഒരുപാട് ടോപ്പിക്സൊക്കെയാണ് നമ്മൾ പഠിച്ചു പോന്നിട്ടുള്ളത്. പിന്നെ എൻ്റെ ഇളയ മോന് ഇതൊക്കെ കണ്ടപ്പോൾ ഭയങ്കര ഒരു എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു കേട്ടോ. കാരണം ഫിഷിനെയൊക്കെ കാണുന്നത് ഇഷ്ടമാണ്. പിന്നെ നമ്മൾ പുറത്തൊക്കെ പോകുമ്പോൾ കുഞ്ഞു കുഞ്ഞു അക്വേറിയം അങ്ങനെയൊക്കെ കാണുമ്പോൾ ഫിഷിനെ നോക്കി നിൽക്കാറുണ്ട്. ഇതിപ്പോൾ എവിടെ നോക്കിയാലും ഫിഷ് മാത്രം. പിന്നെ ഇരുട്ടായതുകൊണ്ട് തന്നെ അവന് ഒറ്റയ്ക്ക് നടക്കാൻ പേടിയുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ആ ടാങ്കിൻ്റെ സൈഡിൽ മാത്രമേ നമുക്ക് ലൈറ്റ് കിട്ടുള്ളൂ. അപ്പോൾ അതൊക്കെ കണ്ട് കുറച്ചുകൂടി മുന്നോട്ട് പോകുമ്പോൾ നമ്മളൊരു വലിയ അക്വേറിയമാണ് കാണുക. അപ്പോൾ അതുവരെ നമ്മൾ കുഞ്ഞു കുഞ്ഞ് ടാങ്കുകൾ, അതിൻ്റെ ഉള്ളിൽ ഫിഷസൊക്കെ ആയിട്ടുള്ള കുഞ്ഞു കുഞ്ഞു അക്വേറിയംസാണ് കണ്ടിട്ടുണ്ടായിരുന്നത്. ഇത് വലിയ അക്വേറിയമാണ്. ഇതിൽ ഒരുപാട് കുഞ്ഞു മീനുകളുണ്ട്, വലിയ മീനും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഓരോ സൈഡിലും നമുക്ക് നിന്ന് നോക്കാനായിട്ട് സാധിക്കും കേട്ടോ. നമ്മളിപ്പോൾ നിൽക്കുന്നതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലും ഇതുപോലെ ഗ്ലാസ്സൊക്കെ ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. അതിൻ്റെ മുകളിലെ ഭാഗത്ത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇതൊന്ന് ഈ ഒരു അക്വേറിയത്തിൻ്റെ മെയിൻ അട്രാക്ഷൻ. പിന്നെ ഇതിൻ്റെ സെൻറ്ററിലായിട്ടൊരു ടണലുണ്ട് കേട്ടോ, ഗ്ലാസ് ഫുള്ള് കവർ ചെയ്തിട്ട്. അപ്പോൾ അതിൽ കൂടെ നടന്ന് മുകളിൽ കൂടെ ഫിഷൊക്കെ പോകണത് കാണാം. ഇതാണ് ഏറ്റവും ഭംഗിയുള്ള ഒരു പ്ലേസ് കേട്ടോ. ഇതിൽ നല്ലൊരു നീല കളർ, നമ്മൾ ശരിക്കും കടലിൻ്റെ അടിയിലൊക്കെ നിൽക്കുന്നൊരു ഫീല് കിട്ടും ഇവിടെ നിൽക്കുമ്പോൾ. പിന്നെ കുറച്ചുകൂടി മാറിയിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഒരു സ്ഥലമുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ ഷാർക്കൊക്കെ ഉണ്ട്. അപ്പോൾ വലിയ ഷാർക്കുണ്ട്, പിന്നെ വലിയ മീനുണ്ട്. കുഞ്ഞു കുഞ്ഞു മീനുകൾ കുറച്ചുള്ളൂ കേട്ടോ. അപ്പോൾ ആ ഒരു വലിയ മീനുണ്ടായിരുന്നു, അതിൻ്റെ അടുത്ത് എത്തുന്ന വീഡിയോ എടുക്കാനാണ് കേട്ടോ ഞാൻ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത്. ഇതാണ്, അത് കാണുമ്പോൾ തന്നെ നമുക്ക് എന്തോ ഒരു പേടി തോന്നും, അങ്ങനത്തെ ഒരു വിഷയമായിരുന്നു കേട്ടോ അത്. അപ്പോൾ എൻ്റെ മോനത് കണ്ട് പേടിച്ച് കരഞ്ഞ് മാറി നിൽക്കുകയാണ് കേട്ടോ. തൊട്ടടുത്ത് പെട്ടെന്ന് വന്നപ്പോൾ അവൻ പേടിച്ചു. അങ്ങനെ അവനെയും കൊണ്ടിട്ട് ഞങ്ങൾ ഈ ഒരു ഫിഷിൻ്റെ അടുത്ത് പോയി. ഇത് അവന് ഭയങ്കര ഇഷ്ടമായി കേട്ടോ, ക്ലൗൺ ഫിഷ്. കുഞ്ഞു കുഞ്ഞു ക്ലൗൺ ഫിഷ് നമുക്ക് കാണുമ്പോൾ തന്നെ നല്ല രസം തോന്നും. വീഡിയോയിൽ അത്ര ഭംഗിയില്ല, നേരിട്ട് കാണുമ്പോൾ നല്ല രസമുണ്ടായിരുന്നു. ആ ലൈറ്റും ആ ഫിഷും കൂടിയൊക്കെ വരുമ്പോൾ. അങ്ങനെ കടലിലെ അഡ്വഞ്ചേഴ്സൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ റെയിൻ ഫോറസ്റ്റിലെ കുറച്ച് കാഴ്ചകളൊക്കെ കാണാനായിട്ടാണ് പോണത്. അപ്പോൾ ഇവിടെയാണ് കേട്ടോ എൻ്റെ മൂത്ത മോന് കുറച്ചൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കണ്ടത്. അപ്പോൾ അതുവരെ ബോറടിച്ച് നടക്കായിരുന്നു, പ്രത്യേകിച്ചൊന്നും കാണാനില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇവിടം തൊട്ട് അവന് ഇങ്ങനെ ഉള്ളിലൊക്കെ കയറി നോക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. ചെറിയ ചെറിയ പോർഷൻസിൽ ഇതുപോലത്തെ അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ അവന് ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. പിന്നെ കളിക്കാനൊക്കെ ഒരു ഏരിയ ഉണ്ടായിരുന്നു, കുട്ടികൾക്കൊക്കെ അതൊക്കെ ഇഷ്ടമാവും. പിന്നെ കുറച്ച് നമ്മൾ കാണാത്ത ടൈപ്പ് വെറൈറ്റി ആമകളുണ്ട്. പിന്നെ ഈ ഒരു ഫിഷ് ടാങ്ക് നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. ഫുള്ള് ഇരുട്ടാണ്. ഇരുട്ടിൽ ഈ ടാങ്കിൽ മാത്രമാണ് ലൈറ്റുകളൊക്കെ ഉള്ളത്. അപ്പോൾ ഇങ്ങനെയൊക്കെ അറേഞ്ച് ചെയ്തേക്കണം, കാണാനൊരു രസമുണ്ട്. നമുക്കൊരു അഡ്വഞ്ചറസ് ഫീലിംഗ് ഒക്കെ വരും. ഇനി ഈ ഒരു ഏരിയ കഴിഞ്ഞിട്ട് നമ്മൾ അടുത്തത് എത്തുന്നത് ഒരു വെർച്വൽ റിയാലിറ്റി വീഡിയോ ഒക്കെ കാണാൻ പറ്റുന്ന ഒരു ഏരിയയിലേക്കാണ്. ഇവിടെ ടിക്കറ്റ് എടുക്കണം കേട്ടോ. ഒരാൾക്ക് £10 ആ ഒരു റേഞ്ചിലാണ് വരുന്നത് കേട്ടോ. അപ്പോൾ ഞാനും മോനും കൂടെ കണ്ടു. അപ്പോൾ ഇതെന്താണെന്ന് അറിയില്ലല്ലോ. അപ്പോൾ ജസ്റ്റ് കടലിലെ കുറച്ച് വീഡിയോസാണുള്ളത്. അപ്പോൾ എനിക്കത്ര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയില്ല, അത്ര ഇഷ്ടമായില്ല കേട്ടോ. പിന്നെ ഒരു 10 മിനിറ്റ്സ് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ അടുത്ത ഒരു ഏരിയയിലേക്ക് പോയി. അവിടെ നല്ല
ഒരു തണുപ്പുള്ളൊരു ഏരിയ ആയിരുന്നു കേട്ടോ. പെൻഗ്വിൻസൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് പെൻഗ്വിൻസിനെയൊക്കെ നേരിട്ട് കാണുന്നത്. അപ്പോൾ ഇവർ നന്നായിട്ട് കളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ആളുകളെയൊന്നും കണ്ടിട്ട് പ്രശ്നമില്ലാതെ അവർ വെള്ളത്തിലേക്ക് ചാടുന്നു, അവിടെ ഇങ്ങനെ നടക്കുന്നു, അതൊക്കെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു. പിന്നെ നമുക്ക് കുറച്ചുകൂടി അടുത്ത് നിന്ന് എടുക്കാനൊന്നും പറ്റുന്നുണ്ടായിരുന്നില്ല, നല്ല തിരക്കായിരുന്നു കേട്ടോ. ആ ഒരു ഏരിയയിൽ എല്ലാവരും പെൻഗ്വിൻസിനെ കാണാനായിട്ട് ഇങ്ങനെ തിങ്ങി കൂടി നിൽക്കുമായിരുന്നു. അപ്പം ഞങ്ങൾ മക്കളെ കൊണ്ടിട്ട് അവിടെ നിന്ന് മാറി. പിന്നെ നമ്മളിങ്ങനെ നടന്നു പോകുന്നതിൻ്റെ ഇടയിൽ ചില ഏരിയയിലൊക്കെ അനിമൽസ് അല്ലെങ്കിൽ ആ ഫിഷിനെയൊക്കെ പറ്റിയിട്ടുള്ള വീഡിയോസ് ഉണ്ടാവും, അല്ലെങ്കിൽ ആരെങ്കിലും നമുക്കത് എക്സ്പ്ലെയിൻ ചെയ്ത് പറയാനൊക്കെ ഉണ്ടാവും. അപ്പോൾ കുറച്ച് കുട്ടികളൊക്കെ അവിടെ ഇരുന്ന് കാണുന്നുണ്ടായിരുന്നു. അപ്പം നമ്മളവിടെ നിന്നില്ല. പിന്നെ അത് ഇങ്ങനെ പോന്നപ്പോൾ കണ്ടതാണ് ജെല്ലി ഫിഷ്. എന്തൊരു ഭംഗിയാണെന്നോ കാണാനായിട്ട്. നമ്മൾ ഇരുട്ടിലായിരിക്കും വരുന്നുണ്ടാവും, അപ്പോൾ ഈ ഒരു ഭാഗത്ത് മാത്രം ലൈറ്റ് ഉണ്ടാവും, ഈ ഒരു അക്വേറിയത്തിൻ്റെ ഉള്ളിൽ മാത്രം. അപ്പോൾ നല്ല രസമാണ് കാണാനായിട്ട്. അതിൻ്റെ ഉള്ളിൽ ലൈറ്റുകൾ ഇങ്ങനെ ചേഞ്ച് ആകുമ്പോൾ നമുക്ക് എത്ര നേരം വേണമെങ്കിലും ഇങ്ങനെ നോക്കിക്കാം. നമ്മൾ വേറൊരു ലോകത്തിലേക്ക് പോകുന്ന പോലെ ആയിരിക്കും തോന്നുക. ശരിക്കും നമ്മൾ അവതാർ മൂവി കാണില്ലേ, ആ ഒരു ഫീലാണ് കേട്ടോ നമുക്ക് കിട്ടുക. ഭയങ്കര കളർഫുള്ളായിട്ട് ഈ ഒരു ബ്ലൂ, ഒരു ബ്ലാക്ക്, ആ ഒരു തീമിനിടയിൽ ഇങ്ങനെ കളർഫുൾ ഐറ്റംസൊക്കെ കാണുമ്പോൾ. അപ്പോൾ അതോടുകൂടി നമ്മുടെ ഒരു അക്വേറിയത്തിൻ്റെ എല്ലാം ഫിനിഷായിട്ടോ. പിന്നെ അവിടെ നിന്ന് ജസ്റ്റ് പുറത്തിറങ്ങുമ്പോൾ കാണുന്നതാണ് ഈ ഒരു ഫിഷ് അല്ലെങ്കിൽ കടലിലെ വെള്ളത്തിലേക്ക് അനിമൽസിനെയൊക്കെ വെച്ചിട്ടുള്ള കീ ചെയിൻസ്, ടോയ്സൊക്കെ. അപ്പോൾ എൻ്റെ മോനെ ഇതൊക്കെ ഭയങ്കര ഇഷ്ടമായി. പക്ഷേ ഇതൊന്നും നമ്മൾ വാങ്ങിയില്ല, കാരണം അവനിതൊന്നും വെച്ച് കളിക്കില്ല. അവന് കാറ് മാത്രമാണ് ഇഷ്ടം. വേറെ എന്ത് ടോയ് നമ്മൾ വാങ്ങിച്ചാലും അവൻ വീട്ടിൽ വന്നത് തൊട്ടുപോലും നോക്കില്ല. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. ഫ്രണ്ടിൽ നോക്കുമ്പോൾ തന്നെ ലണ്ടനായി കാണാം. നമ്മൾ തലേദിവസമാണ് കേട്ടോ അവിടെ പോയത്. കയറിയതൊക്കെ ഓർത്തു കേട്ടോ നമ്മൾ പുറത്തേക്ക് അത് ഇറങ്ങി കണ്ടപ്പോൾ. ഇനി നമ്മൾ അടുത്തത് പോകാൻ പോകുന്നത് ലണ്ടനിലെ വാക്സ് മ്യൂസിയത്തിലേക്കാണ്, മാഡം ടുസോൺസ്. അപ്പോൾ അവിടേക്ക് ബസ്സിലാണ് പോയത്. അപ്പോൾ അതിനു മുമ്പ് നമ്മൾ ഫുഡ് കഴിച്ചു, ഉച്ചയായിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുട്ടികൾക്ക് ഭയങ്കര വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ സബ്വേന്ന് സാൻഡ്വിച്ചാണ് വാങ്ങിയത്. അപ്പോൾ അതൊക്കെ കഴിച്ച് നമ്മൾക്ക് ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നത് 3 o'clock ആണെന്ന് തോന്നുന്നു. അപ്പോൾ അതിനു മുമ്പായിട്ട് നമ്മളവിടെ ക്യൂവിൽ നിന്നിട്ട് അങ്ങനെയാണ് അങ്ങോട്ട് കയറിയത്. അപ്പോൾ നമ്മൾ ടിക്കറ്റ്സ് എല്ലാം നേരത്തെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 3 സ്ഥലത്തേക്കുള്ള ടിക്കറ്റ്സാണ് നമ്മൾ ഒരുമിച്ചെടുത്തത്. ടുസോൺസും ലണ്ടനായി പിന്നെ അക്വേറിയം, ഈ ഒരു 3 സ്ഥലത്തേക്കുള്ള ടിക്കറ്റ്സാണ് എടുത്തത്. നമുക്കത് ഈ ഒരു ടൈം ലിമിറ്റിനുള്ളിൽ നമുക്കത് പോവാട്ടോ എപ്പോൾ വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. പിന്നെ ഇതിനുള്ളിലേക്ക് കയറുമ്പോൾ എനിക്കൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല, കാരണം ഞാനിതിനെപ്പറ്റി കേട്ടിട്ടില്ല. മാഡം ടുസോൺസ് എന്ന് പറഞ്ഞ് ഞാൻ മുമ്പ് കേട്ടിട്ടേ ഇല്ല. പിന്നെ അതിനുള്ളിൽ കയറി കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് നമ്മുടെ ലണ്ടനിലെ വാക്സ് മ്യൂസിയം ആണ്. ഒരുപാട് സെലിബ്രിറ്റീസിനെയൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റുന്നത് ഞാൻ അപ്പോഴാണ് കേട്ടോ അറിഞ്ഞത്. വാക്സ് മ്യൂസിയം എന്ന് കേട്ടിട്ടുണ്ട്, പക്ഷേ മാഡം ടുസോൺസ് എന്ന് കേട്ടിട്ടുണ്ടായിരുന്നില്ല. എനിക്കറിയാത്തൊരു കാര്യമായിരുന്നു. അപ്പോൾ ഇതിനുള്ളിൽ നമ്മൾ കയറി വരുമ്പോൾ തന്നെ ദീപിക പദുക്കോണിനെ കാണാം, പിന്നെ ഷാറുഖ് ഖാനൊക്കെ കാണാം. ആദ്യം കാണുമ്പോൾ തന്നെ ഇതാണോ എന്നൊരു ഫീല് വരും. പക്ഷേ ഞാൻ ഇങ്ങനെയൊന്നല്ല പ്രതീക്ഷിച്ചിരുന്നത് കേട്ടോ. നേരിട്ട് കാണുമ്പോൾ കുറച്ച് വ്യത്യാസമുണ്ട്. നമ്മൾ ഫോട്ടോസിലൊക്കെ കാണുന്നതിനേലും വീഡിയോസൊക്കെ കാണുന്നതിനേലും ശരിക്കും പറഞ്ഞാൽ നല്ല വ്യത്യാസമുണ്ട്. അപ്പം എല്ലാവരുടെ അടുത്തു നിന്ന് ഫോട്ടോസ് എടുത്തു. പിന്നെ നമുക്ക് ലാസ്റ്റ് ആകുമ്പോൾ അയ്യോ മതി വേണ്ട എന്ന് വിചാരിക്കും. എന്നുവെച്ചാൽ ഒരുപാട് പേര് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടാവും ഫോട്ടോ എടുക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ ടേണായി. അങ്ങനെ ഒരുപാട് സന്തോഷം തോന്നി കേട്ടോ. ഞാൻ കുറേ സമയം ഷാറുഖ് ഖാൻ്റെ അടുത്ത് ചെന്ന് നിന്നു. അയ്യോ അത് വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്ത് എനിക്ക് മതിയാവുന്നുണ്ടായിരുന്നില്ല. പിന്നെ ദീപിക പദുക്കോണിനെ കാണുമ്പോൾ ഭയങ്കര എന്താ പറയുക, ഞാൻ തന്നെ ഭയങ്കര ഒരു സ്ലിമ്മാണ്. അപ്പോൾ ദീപികയുടെ അടുത്ത് ഞാൻ നിൽക്കുമ്പോൾ എനിക്ക് നല്ല വണ്ണുണ്ട്. അത്ര സ്ലിമ്മായിട്ടാണ് ദീപിക നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരുപാട് സെലിബ്രിറ്റീസിൻ്റെ ഒക്കെ ഒപ്പം നിന്ന് ഫോട്ടോ എടുക്കാനായിട്ട് പറ്റി. അപ്പോൾ കുട്ടികൾക്ക് ഈ ഒരു ഏരിയ ഒട്ടും ഇഷ്ടമായില്ല. അവർക്ക് ഇതൊക്കെ ആരാ എന്താ എന്നൊന്നും അറിയില്ലല്ലോ. അപ്പോൾ അവർ ഭയങ്കര ബോറിങ്ങായിരുന്നു. അപ്പോൾ അവർ പോവാ പിന്നെ രാവിലെ മുതൽ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഭയങ്കര ടയേർഡായിട്ടുണ്ടായിരുന്നു അവരൊക്കെ. പിന്നെ നമ്മൾ വേഗം ഫാസ്റ്റായിട്ട് പോയി. അപ്പോൾ അവർക്ക് ഭയങ്കര ബോറിംഗ് എന്ന് വെച്ചാൽ അവർക്ക് ഒട്ടും ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല. മോനെ എടുത്തൊക്കെ വേണം നടക്കാനായിട്ട് ലാസ്റ്റ് ആയപ്പോഴേക്കിനും. അപ്പോൾ ഞങ്ങൾ കുറച്ച് സമയം ഒരു സ്പേസിലിരുന്ന് ഫുഡൊക്കെ കഴിച്ച്, സ്നാക്സ് ഉണ്ടായിരുന്നു അതൊക്കെ കഴിച്ച് കുറച്ച് നേരം ഇരുന്നിട്ടൊക്കെയാണ് പിന്നെ ഫ്രണ്ടിലോട്ട് പോയത് കേട്ടോ. പിന്നെ അടുത്തൊരു സെക്ഷൻ എന്ന് പറയുന്നത് ചേംബർ ഓഫ് ഹൊറർ. അതായത് നമ്മൾ ഇത്രയും നേരം കണ്ടുകൊണ്ടിരുന്നത് ഫേമസ് ആയിട്ടുള്ള സെലിബ്രിറ്റീസിൻ്റെ വാക്സുകളാണ്.
ഇനി നമ്മൾ കാണാൻ പോണത് അവിടെ നടന്നിട്ടുള്ള റിയൽ എന്താ പറയുക ക്രൈംസ്, മർഡർ, ഹൊറർ അതിൻ്റെയൊക്കെ ഒരു ഷോക്കേസ് ചെയ്ത് വെച്ചേക്കുന്നതാണ് നമ്മൾ കാണാൻ പോണത് കേട്ടോ. അപ്പോൾ നമ്മൾ പെട്ടെന്ന് ഇരുട്ടിലൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഇവിടെ ആ സൈഡിലുണ്ടാവും ലൈറ്റ്സ്. അപ്പോൾ ഇതുപോലെയൊക്കെ ഏതെങ്കിലും സൈഡിൽ നിന്നൊക്കെ കേൾക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ചിലപ്പോൾ പേടിച്ചു പോവും. എൻ്റെ മോന് പേടിയായിട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചത് ഇത്രയും ഉണ്ടാവുള്ളായിരിക്കുന്നു. പക്ഷേ അത് കഴിഞ്ഞ് കുറച്ചുകൂടി മുന്നോട്ട് പോയപ്പോഴാണ് കേട്ടോ ഒരു റൈഡൊക്കെ ഉണ്ട്. റൈഡിലൂടെ നമുക്ക് കുറേ കാര്യങ്ങളൊക്കെ കണ്ട് മുന്നോട്ട് പോവാം. അപ്പോൾ ഇത്രയും നേരം നമ്മൾ നടന്ന് ക്ഷീണിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇരുന്നിട്ട് പോകാൻ പറ്റുന്ന ഒരു റൈഡാണ്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ ക്യൂ ആണ് കേട്ടോ ഇത്. അപ്പോൾ നമുക്ക് ഈ കാണുന്ന വണ്ടിയിൽ ഇരുന്നിട്ട് പോവാം. അപ്പോൾ 2 പേർക്ക് മാത്രമേ ഇരിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ സൗണ്ടുകളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ പേടിയാവുമെന്ന് വിചാരിച്ചിട്ടാണ് കയറിയത്. പക്ഷേ വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. എനിക്കിത് ഭയങ്കര ഇഷ്ടമായിട്ടോ ഇങ്ങനെ റൈഡ് ചെയ്യുന്നത്. നമ്മൾ വാട്ടർ തീം പാർക്കിലൊക്കെ പോകില്ലേ, അപ്പോഴേ വെള്ളത്തിൻ്റെ കൂടി ഇതുപോലെയൊക്കെ റൈഡ് പോകുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇത് ഇടയ്ക്ക് ചെറിയ രീതിയിൽ ഇത് മൂവ് ചെയ്യുന്നുണ്ട് കേട്ടോ സൈഡിലേക്കൊക്കെ. അങ്ങനെ പേടിക്കുന്ന രീതിയിലൊന്നുമില്ല. കുറച്ചൊരു എൻ്റർടൈൻമെൻറ്റ്, ഒരു ഫണ്ണൊക്കെ പോലത്തെ ഒരു ഇതായിട്ടാണ് കേട്ടോ ഇവർ ഉണ്ടാക്കിയേക്കുന്നത്. അപ്പോൾ എൻ്റെ മക്കൾക്കൊക്കെ ഇത് ഭയങ്കര ഇഷ്ടമായി. ഇങ്ങനെ നല്ല എക്സൈറ്റ്മെൻ്റ് ആയിട്ട് ഇരിക്കുകയായിരുന്നു അടുത്തത് എന്താണ് കാണാൻ പോകണമെന്നൊക്കെ അറിയാനായിട്ട്. അപ്പോൾ ഈ റൈഡിൽ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഫോട്ടോസ് എടുക്കും. അപ്പോൾ നമ്മൾ പോസ് ചെയ്തൊക്കെ ഇരിക്കുകയാണെങ്കിൽ നല്ല ഫോട്ടോ നമുക്ക് കിട്ടും. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ഇറങ്ങി പോകുമ്പോൾ കണ്ടോ ഈ ഫോട്ടോ എടുക്കുന്നത്. അപ്പോൾ ഈ ഫോട്ടോസൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഒരു 3 ഫോട്ടോസ് ഉണ്ടാവും. അപ്പോൾ അതിൽ നമുക്ക് ഏത് ഫോട്ടോണ് ഇഷ്ടമായെന്ന് വെച്ചാൽ സെലക്ട് ചെയ്യാം. അതിനൊരു പേയ്മെൻറ്റ് ഉണ്ട് കേട്ടോ. അപ്പം ഞങ്ങൾക്ക് ഫോട്ടോസ് കണ്ടിട്ട് ഇഷ്ടമായില്ല, അപ്പോൾ ഞങ്ങൾ എടുത്തില്ല. കാരണം നമുക്ക് ഇതിനിടയിൽ ഫോട്ടോസ് അവരെടുക്കും, നമുക്കിതുപോലെ കാണിച്ചിരുന്നൊന്നും അറിയില്ലായിരുന്നു. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിറങ്ങിയപ്പോഴാണ് അവർ നമുക്ക് കാണിച്ചു തരുന്നത് ഫോട്ടോ ഉണ്ടെന്നൊക്കെ ഉള്ളത്. അപ്പോൾ ഇത് കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചത് കഴിഞ്ഞു, ഇനി നമുക്ക് വീട്ടിലേക്ക് പോകാമെന്നാണ് കേട്ടോ. പക്ഷെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഇനിയാണ് നമ്മുടെ സൂപ്പർ ഹീറോസിൻ്റെയൊക്കെ ഒരു പാട്ട് വരുന്നത്. അപ്പോൾ കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന എല്ലാ സൂപ്പർ ഹീറോസും ഉണ്ട് കേട്ടോ. ഹൾക്ക്, സൂപ്പർമാൻ, സ്പൈഡർമാൻ, ബാറ്റ്മാൻ, അങ്ങനെ എല്ലാവരും സ്റ്റാർ വാർസിൽ എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ അതിനെ പറ്റിയിട്ടൊക്കെയാണ് ഇനിയിപ്പോൾ ഉള്ളത് കേട്ടോ. അപ്പോൾ അവിടെ സൈഡിലൊരു സ്ക്രീനിലുണ്ട്, നമുക്ക് അവിടെ നിന്നിങ്ങനെ കളിക്കാം. നമ്മൾ ഇങ്ങനെ ഫൈറ്റ് ചെയ്യുന്നത് ഒരു ഗെയിമൊക്കെ പോലെ അങ്ങനെ കാണാം കേട്ടോ. അപ്പോൾ അതും കുട്ടികൾക്ക് ഇഷ്ടമായി. അവിടെ കുറേ നേരം നിന്ന് കളിക്കുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഒരു സിനിമ ഉണ്ടായിരുന്നു, 3D സിനിമയാണ് കേട്ടോ. അത് ഞാൻ ഒട്ടും വിചാരിച്ചില്ല. ഇതൊക്കെ നമ്മളൊന്നും പ്രതീക്ഷിക്കാതെ അതിനുള്ളിലേക്ക് പോയാറുണ്ടോ ഒക്കെ കാണുമ്പോൾ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ആ ഫിലിമും നല്ലതായിരുന്നു, നമുക്ക് നല്ല എഫക്റ്റ് ആയിരുന്നു, 3D എഫക്റ്റ്. പെട്ടെന്ന് സൗണ്ടൊക്കെ വരുമ്പോൾ നമ്മൾ എന്താ പറയുക സൈഡിൽ കൂടെയൊക്കെ ഇങ്ങനെ എന്തോ പോകുന്ന പോലെയൊക്കെ തോന്നും. അങ്ങനെയൊരു സിനിമയായിരുന്നുണ്ടെങ്കിൽ. പിന്നെ ആ ഫിലിം കഴിഞ്ഞ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോഴും ഒരുപാട് ക്യാരക്ടേഴ്സ് പുറത്തുണ്ടായിരുന്നു കേട്ടോ. അവരൊന്നും എനിക്ക് കറക്റ്റ് അറിയില്ല. കുറേ ഹീറോസ്, വില്ലൻസ് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിലെൻ്റെ മോന് ഏറ്റവും ഇഷ്ടമുള്ളത് സ്പൈഡർമാനെയാണ് കേട്ടോ. അവൻ ഭയങ്കര ഒരു ഫാൻ ബോയാണ് സ്പൈഡർമാൻ്റെ. അപ്പോൾ സ്പൈഡർമാൻ്റെ അടുത്ത് നിന്ന് ഫോട്ടോ എടുത്തപ്പോൾ അവൻ ഭയങ്കര ഹാപ്പിയായിരുന്നു കേട്ടോ. അങ്ങനെ കുറച്ചുകൂടി കഴിഞ്ഞപ്പോൾ നമ്മൾ എക്സിറ്റിൻ്റെ അവിടെ എത്തി. ആ ഭാഗത്ത് കുറച്ച് ടോയ്സൊക്കെ ഉണ്ട് കേട്ടോ, ഈ ഒരു ഭാഗത്ത് റിലേറ്റഡ് ആയിട്ടുള്ളത്. അപ്പോൾ അതൊന്നും വാങ്ങിയില്ല. നമ്മളത് കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ പുറത്തേക്ക് ഇറങ്ങി. ഒരുപാട് വൈകിട്ടുണ്ടായിരുന്നു. ബസ്സിലാണ് തിരികെ റൂമിലേക്ക് വന്നത് കേട്ടോ. അപ്പോൾ ഭയങ്കര ടയേർഡായിട്ടുള്ളൊരു ഡേ ആയിരുന്നു. ഒരുപാട് കാര്യങ്ങൾ നമുക്കിന്ന് കാണാൻ പറ്റി. ഒരു ഭയങ്കര മെമ്മറബിളായിട്ടുള്ളൊരു ഡേ ആണ്. ഒരുപാട് കാഴ്ചകൾ നമ്മൾ വിചാരിക്കാത്ത കുറേ കാര്യങ്ങളൊക്കെ കാണാൻ പറ്റി കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ റീജൻറ്റ് സ്ട്രീറ്റിലാണ് കേട്ടോ വരുന്ന വഴിക്ക്. ബസ്സിലിരുന്നിട്ട് റീജൻറ്റ് സ്ട്രീറ്റിൽ ഒരുപാട് ലൈറ്റുകളൊക്കെ കാണുകയാണ്. നമ്മൾ ഇത് വന്നത് ഒരു ക്രിസ്മസിൻ്റെ ടൈം ആയതുകൊണ്ട് തന്നെ സ്ട്രീറ്റിലൊക്കെ ഒരുപാട് ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു. ഇതിന് തലേദിവസം നമ്മൾ വന്നത് നടന്നിട്ടാണ് റീജൻറ്റ് സ്ട്രീറ്റിൽ. ബസ്സിൽ വന്ന് നടന്ന് കുറേ നേരം. അപ്പോൾ താഴെ നിന്നുള്ള കാഴ്ചയിൽ ഒരുപാട് ഭംഗിയുണ്ട്. ബസ്സിലിരുന്നിട്ട് ഇങ്ങനെ തൊട്ടടുത്തായിട്ട് ഇതുപോലെ ലൈറ്റ്സൊക്കെ കാണുമ്പോൾ അതൊരു നല്ലൊരു അനുഭവമായിരുന്നു കേട്ടോ ഇങ്ങനെ കാണുക എന്നുള്ളത്. പിന്നെ സ്ട്രീറ്റിൽ ഭയങ്കര ബ്ലോക്കൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമ്മളൊരു അരമണിക്കൂറോളം ഇവിടെ ഇങ്ങനെ തന്നെ കിടക്കായിരുന്നു. അപ്പോൾ ഒരുപാട് നേരം കണ്ട് മതിയായി എന്ന് വേണമെങ്കിൽ പറയാം, അത്രയും നേരം കാണാൻ പറ്റി. അങ്ങനെ നമ്മൾ ഒരുപാട് വൈകിട്ടാണെങ്കിലും റൂമിൽ തിരിച്ചെത്തി. നമ്മൾ പുറത്തുനിന്ന് ഫുഡൊന്നും വാങ്ങിയില്ല. റൂമിൽ തന്നെ കുറച്ച് റൈസൊക്കെ വെച്ചിട്ട് റൈസ് കുക്കറിൽ ഫുഡ് ഉണ്ടാക്കി തൈരും അച്ചാറൊക്കെ കൂട്ടി കഴിച്ചു കേട്ടോ. പുറത്ത് പോയി കഴിക്കാനായിട്ടുള്ള ഒരു മൂഡ് ഉണ്ടായിരുന്നില്ല.
നമുക്ക് പിറ്റേ ദിവസവും വേറെ സ്ഥലങ്ങളിലൊക്കെ പോകേണ്ടതായിരുന്നു. അങ്ങനെ പെട്ടെന്ന് തന്നെ കിടന്നുറങ്ങാനാണ് നോക്കിയത്. അപ്പോൾ ഇതൊക്കെ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലീസിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. അപ്പം നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.